സിസ്റ്റർ പവിത്രയല്ലേ? അതെ, പവിത്രയാ. ഞാൻ പ്രതാപവർമ്മയാ. മനസ്സിലായി സർ, പറയൂ. ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. വിളിച്ചപ്പോ ബിസിയായിരുന്നു. ചേച്ചിയൊന്നും മറന്നിട്ടില്ലല്ലോ. പണ്ട് പടിയിറക്കി വിട്ടവരും ഈ വീട്ടിനുള്ളിൽ തഴഞ്ഞിട്ടിരുന്ന കുഞ്ഞും പകരം ചോദിക്കുന്ന കാലമായി കാണുമെന്ന് തന്നെ വിചാരിച്ചോളൂ. ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലത് അമ്മയും മോനും. അമ്മേ, ഇതിനേക്കുള്ള മറുപടി ഞാൻ പറയണോ അതോ? ശേഖര, നീ വെറുതെ നിന്റെ പഴംപുരാണമൊക്കെ നിരത്തി എന്നെയും എന്റെ മകനെയും ഭീഷണിപ്പെടുത്തണ്ട. എടാ, നിനക്കൊരു മകളില്ലേ? നിനക്ക് അവളുടെ കാര്യം നോക്കിയാ പോരെ? നീ എന്തിനാടാ ഋതികയ്ക്ക് ജയ് വിളിക്കാൻ നടക്കുന്നേ? അത് പറഞ്ഞ് ചേച്ചിക്ക് മനസ്സിലാവില്ല. ചേച്ചിക്ക് എല്ലാവരോടും വേർതിരിവാണല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ അപ്പവും ഋതുമോളും ഒരുപോലെയാ. അവന്റെ ഒരു ഋതുമോള്. ആ ചേച്ചി, അങ്ങനെ ഇവളുടെ വാശിയിൽ അവസാനം വിജയം കണ്ടു. ആ, ഞാൻ അറിഞ്ഞു പ്രതാപ. ഞാനേ ശേഖരനോട് അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ആ, അതെ അതെ അതെ. അല്ല ചേച്ചി, എന്നോട് പറഞ്ഞ എന്താ ഋതുമോളുടെ മുഖത്തോക്കി പറയാത്തെ? എന്ത്? അല്ല, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണോന്ന്? അതെ, ഞാനത് ശേഖരനോട് പറഞ്ഞു. അച്ഛാ, എന്താ മോളെ? ഞങ്ങൾക്കൊന്ന് രാജുവിന്റെ വീട് വരെ പോണായിരുന്നു. സന്ധ്യ കഴിഞ്ഞു, ഇനി നാളെ പോയാ പോരെ? പോരച്ച, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. രാജു പറയേ. അതെ വർമ്മ സാറേ. ശരി, അങ്ങനെ ആവട്ടെ. ശരി സാർ. ചേച്ചി, ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. എന്നിട്ട് ഒരുമിച്ച് അത്താഴം കഴിക്കാം. ശരി പ്രതാപ. ശരി. ചെറിയച്ച, ഞങ്ങൾ ഇറങ്ങുവാണ്. ശരി മാഡം, ഗുഡ് നൈറ്റ്. എടാ ദീപകേ, നീ ശ്രദ്ധിച്ചോ? രണ്ടിനും എന്തോ കള്ള ലക്ഷണമുണ്ട്. പ്രതാപനറിയാതെ എന്തോ അവര് മറയ്ക്കുന്നുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും. എന്താടാ? അമ്മ, അവര് മറയ്ക്കുന്ന രഹസ്യം എന്താണെന്ന് ഒന്ന് പോയി അന്വേഷിക്കേ. അല്ല, നീ എവിടെ പോന്നു? എനിക്കേ ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. നാണം കെട്ട് മടുത്തു. അമ്മയുടെ ഒരു രഹസ്യം. ആ ചെറിയമ്മന്റെ ഡയലോഗ് കേട്ട് എന്റെ കൺട്രോള് പോയി നിൽക്കുക. എന്നാലും എന്തായിരിക്കും അവര് പ്രതാപൻ അറിയാതെ മറയ്ക്കുന്നത്? അയ്യോ മോളെ, പ്രതാപേട്ട വിളിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യും? അമ്മ ഫോണിങ് തന്നെ. അച്ഛൻ്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഭക്ഷണം എടുത്ത് വെക്കട്ടെ? ചേച്ചി, ആഹാരം എടുത്ത് വെക്കട്ടേന്ന്. വേണ്ട സുജാതെ, മനസ്സിനൊരു സുഖമില്ല. ഋതുമോള് വന്ന് പോയതിന് ശേഷമാണല്ലോ ചേച്ചിക്ക് മാറ്റം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെ സുജാതെ, കാര്യമായിട്ട് എന്നെ സംഭവിച്ചു. അദ്ദേഹം എനിക്ക് കോൾ ചെയ്തിരുന്നു. വർമ്മ സാറോ? അതെ. ഈശ്വര, എന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടായോ? പേടിക്കാനൊന്നുമില്ല. അദ്ദേഹം വിളിച്ചത് സിസ്റ്റർ പവിത്രയാ, പത്മാവതിയല്ല. കോള് വന്നപ്പോ ഞാനൊന്ന് ഭയന്നുപോയി. അദ്ദേഹത്തിന്റെ നമ്പർ മോള് വന്ന് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എനിക്ക് മനസ്സിനെന്തോ ഒരു ബുദ്ധിമുട്ട്. പ്രതാപേട്ടന് എന്തായിരിക്കും സിസ്റ്റർ പവിത്രയോട് പറയാനുള്ളതെന്ന് എന്തോ മനസ്സിലായി. സിസ്റ്റർ പവിത്രയോട് പത്മാവതിക്ക് അസൂയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല. അല്ലെന്നങ്ങനെ വെറുതെ ഒന്നും പറയണ്ട.
ചേച്ചിയുടെ മനസ്സ് എനിക്കറിയാവുന്നല്ലേ. വർമ്മ സാറിന് പവിത്രയോട് പറയാനുള്ളത് എന്താണെന്ന് പത്മാവതി വിചാരിച്ചാലേ അറിയാൻ സാധിക്കൂ. അതെങ്ങനെ? ആ ഫോണിലെ ബ്ലോക്ക് അങ്ങ് മാറ്റണം. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കണം. ഹോ ദൈവമേ, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല. തന്നെ പരിപാലിച്ച സിസ്റ്റർ പവിത്രയോട് ഒരു നന്ദി വാക്ക് പറയണമെന്നേ പാവ സാറ് വിചാരിച്ചു കാണൂ. അതല്ല, അതിൽ കവിഞ്ഞൊരു ആത്മബന്ധം വർമ്മ സാറിന് പവിത്രയോട് തോന്നി കാണുമെന്നാ ചേച്ചിയുടെ സംശയം. സോറി, സംശയം എന്ന് പറയാൻ പറ്റില്ല. ഒരു കാട് കയറിയ ചിന്ത. ആ ചിന്ത മനസ്സിന്ന് പോണെങ്കിൽ വർമ്മ സാറിനോട് സിസ്റ്റർ പവിത്രയായി പത്മാവതി സംസാരിച്ചാലേ ശരിയാവൂ. ഋതുമോള്, മോളെങ്ങനെ ഇത് അറിഞ്ഞാലോ? അവള് ബ്ലോക്ക് ചെയ്ത നമ്പരാ. ചേച്ചി ബ്ലോക്ക് മാറ്റി ഒന്ന് സംസാരിക്കേ ഒരു തവണ. അത് സുജാതെ, എന്റെ ശബ്ദം അദ്ദേഹത്തിന്. അതിന് നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് എത്ര നാള് കഴിഞ്ഞു? ശബ്ദമൊന്നും സാറിന് മനസ്സിലാവാൻ പോകുന്നില്ല. അല്ല, ചേച്ചി അങ്ങോട്ട് ഒരുപാട് സംസാരിക്കണ്ടെന്നേ. ധൈര്യമായിട്ട് ബ്ലോക്ക് മാറ്റി വിളിക്കേ. ഇല്ല സുജാതെ, എനിക്ക് അതിനുള്ള ധൈര്യം ഇപ്പൊ ഇല്ല. എനിക്ക് അദ്ദേഹത്തെ ഭയോ. എന്റെ ചേച്ചി, പത്മാവതിക്ക് വർമ്മ സാറിനെ ഭയമാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സിസ്റ്റർ പവിത്രയായ ചേച്ചി എന്തിനാ അദ്ദേഹത്തിനെ ഭയക്കണം? ശരി, ഞാൻ ബ്ലോക്ക് മാറ്റാം. അയ്യോ, അദ്ദേഹത്തിന്റെ കോള്. കോളെടുത്ത് സംസാരിക്കു ചേച്ചി. വേണോ? ധൈര്യമായിട്ട് സംസാരിക്കേ. ഇപ്പൊ സംസാരിച്ചാ ഇതൊരു കോളിൽ അവസാനിക്കും. പവിത്ര അന്വേഷിച്ച് സാറ് നേരിട്ട് വന്നാ. ആ ഹലോ, സിസ്റ്റർ പവിത്രയല്ലേ? അതെ, പവിത്രയാ. ഞാൻ പ്രതാപവർമ്മയാ. മനസ്സിലായി സർ, പറയൂ. ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. വിളിച്ചപ്പോ ബിസിയായിരുന്നു. അതെ സർ, ഞാൻ എൻ്റെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളിലായിരുന്നു. പറയൂ സർ, എന്താ വിളിച്ചേ? ആ യെസ്, എൻ്റെ ശാരീരിക സ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ യാത്ര പോലും പറയാതെ ജോലി അവസാനിപ്പിച്ച് മടങ്ങിയല്ലോ. ജീവശവമായി കിടന്ന എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ വലിയൊരു പങ്കുവഹിച്ചത് നിങ്ങളാ. ഏയ്, അങ്ങനെ വലിയ വാക്കൊന്നും പറയല്ലേ സർ. ഞാൻ എൻ്റെ ജോലി എന്നാലാവുന്ന വിധം ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ പറയൂ. എനിക്കതിൽ നിശ്ചയമുണ്ടായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചതാ.